പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അതിഥികളായി വിശുദ്ധമായ ഹറം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്ന, നമ്മുടെ നാടുകളെ പ്രതിനിധീകരിച്ചു കൊണ്ടുപോകുന്ന 8ാമത്തെ യാത്രാ സംഘത്തിന്, ഹജ്ജ് സംഘത്തിന് ഇന്നത്തെ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ യാത്രയാക്കിയവരാണ് നമ്മൾ. ഈ വഴിയിൽ പുറപ്പെടുന്നവർ സാധാരണക്കാരൻ. ലോകത്തിന്റെ സൃഷ്ടാവ് പ്രത്യേകമായ തൗഫീഖ് നൽകി തിരഞ്ഞെടുക്കുന്ന ആളുകളും മാത്രമാണ് പുണ്യമായ വഴിയിൽ യാത്ര തിരിക്കുന്നത്. വലിയൊരു ജനാവലിയാണ് കൂടിയത്. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചുവെന്നറിയില്ല. ഓരോ വീടുകളിൽ നിന്നും ഒരു വാഹനം നിറയെ വന്നവരുണ്ട്. അതിൽ നിന്നും 1-2 വ്യക്തികൾ ദുആ ചെയ്ത് കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പ്രത്യേകം ഒരുക്കപ്പെട്ട ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് പോയി. കൂടെ വന്നവർ സലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കാണാം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് പഴയ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇതിൽ യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് കാറിൽ കയറി പോയ ആളുകൾ ആദ്യം തങ്ങൾ യാത്രയാക്കുവാൻ വന്ന ആളുകൾ പോയതുപോലെ ബസ് കയറി എയർപോർട്ടിലൂടെ ഹജ്ജിന് വേണ്ടി പോകാൻ കഴിവില്ലാത്തവരാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പകുതി പേരും അങ്ങനെ ആയിരിക്കില്ല. പോയവരാകട്ടെ അവർ യാത്രയാക്കാൻ വന്നവരോളം കഴിവുള്ളവരുമാവില്ല. അവരെക്കാളും സാമ്പത്തികമായും ആരോഗ്യപരമായും വളരെ താഴെ നിൽക്കുന്ന ആളുകളായിരിക്കാം. എന്നാലും ഒരു കൂട്ടം യാത്ര പുറപ്പെട്ടു, വേറൊരു കൂട്ടർ യാത്രയാക്കിയിട്ട് മടങ്ങിപ്പോയി. എന്താ ഇത് നമുക്ക് പഠിപ്പിച്ചു തരിക? സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മഹാനന്ദന്മാരായ പ്രവാചകന്മാരുടെ പരമ്പരയിലെ പ്രവാചക ശ്രേഷ്ഠരായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാനുഷ്യ ചരിത്രത്തിന്റെ ഉത്ഭവത്തിൽ നിന്ന് തുടങ്ങുന്ന ചരിത്രത്തിന്റെ പങ്കാവിൽ വീണ്ടും ആ ചരിത്രത്തിനെ പുനരവതരിപ്പിച്ചതിന് ശേഷം അബീ ഖുബൈസ് എന്ന പ്രസിദ്ധമായ മക്കയിലെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വിളിക്ക് ഉത്തരമായി കൊണ്ട് സൃഷ്ടാവിന്റെ നിർദ്ദേശാനുസരണം ലോക ജനതയുടെ ആത്മാക്കളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു അനൗൺസ് നടത്തി. ആ അനൗൺസിന്റെ അന്നത്തെ ലോകത്തെ ഏതെല്ലാം ആത്മാക്കളാണോ ആ അനൗൺസിന്റെ മറുപടി കൊടുത്തത്, അവരുടെ ദൃശ്യപ്രപഞ്ചത്തിലെ ശരീരങ്ങളാണ് നമ്മളോട് യാത്ര പറഞ്ഞു പോയത്. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഹസ്രത്ത് ഇബ്രാഹിം നബിയുടെ ആ വിളിക്ക് ഉത്തരം നൽകാൻ ഏതെല്ലാം ആത്മാക്കൾക്ക് കഴിഞ്ഞോ ആത്മാക്കൾ എല്ലാവരും അവിടെ എത്തും. സന്തോഷകരമായി ആ അനുഗ്രഹീതമായ മണ്ണിൽ ചെന്നടയും എന്നാണ് മഹാരഥന്മാരായ പരിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരിക. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. നൂറ്റാണ്ടുകൾ നീണ്ടുപോകുന്ന മാനുഷ്യ ലോകത്തിന്റെ ചരിത്രം, മാനവകുലത്തിന്റെ സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൽ, മാനവകുലത്തിന്റെ ചരിത്രം ആരംഭിക്കുന്ന ആ ചരിത്രത്തിൽ വലിയൊരു നൂറ്റാണ്ടുകാലം തീർത്തും വിജനതയിലേക്ക് ആ ചരിത്രം മറഞ്ഞുപോയിരുന്നു. ആരാരും ശ്രദ്ധിക്കപ്പെടാതെ മണ്ണിനടിയിലേക്ക് മറഞ്ഞുപോയ ഒരു ചരിത്രം അതിനെ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ സൃഷ്ടിപ്പിന്റെ കാരണക്കാരനായി പടച്ചവപ്പ് തിരഞ്ഞെടുത്ത പ്രവാചകർ മഹാനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചരിത്രത്തിന്റെ നിർമ്മിതിയുടെ കാരണക്കാരനായി മാറിക്കഴിയുമ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കഅബ ശരീഫ് എന്ന അനുഗ്രഹീത ഭവനത്തിന്റെ നിർമ്മാണം കഴിയുമ്പോ അതിന്റെ പരിസരത്തുള്ള പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി വിളിച്ചു പറയൂ, ഇബ്രാഹിം വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വരുവാൻ ജനങ്ങളോട് വിളിക്കണം, ജനങ്ങളെ ക്ഷണിക്കണം. ഇബ്രാഹിം നബി ചോദിച്ചു, റബ്ബേ, എന്റെ കൺമുമ്പിലുള്ള ജനങ്ങൾ, അവരുടെ മുമ്പിൽ നിന്ന് ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി ഞാൻ വിളിക്കാനോ? ഞാൻ ഇവിടെ നിന്ന് വിളിക്കുന്നതിനേക്കാളും നന്നായി അവർക്ക് കേൾക്കാൻ കഴിയുക, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുക അവരുടെ അടുക്കലേക്ക് പോയി നിന്ന് വിളിക്കാനാണല്ലോ. അവരിൽ നിന്ന് വിദൂരത്തിലേക്ക് മാറി ഈ മലമുകളിൽ കയറി നിന്നുകൊണ്ട് വിളിക്കാനാണോ നീ പറയുന്നത്? അല്ലാഹു പറഞ്ഞു, എന്താ താങ്കൾ വിളിക്കുക, വഅലൈനൽ ബലാ, താങ്കൾ വിളിക്കുന്ന വിളിയെ എവിടെയെല്ലാം എത്തിക്കണമോ ആ ഉത്തരവാദിത്തം എന്റേതാണ്. താങ്കൾ വിളിക്കൽ മാത്രമാണ്, താങ്കൾ വിളിച്ചേക്കുക, അതിനപ്പുറം ഒരു ഡ്യൂട്ടി താങ്കൾക്കില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയൊരു ചരിത്രം, വലിയൊരു ചരിത്രത്തിന്റെ ഇടയിൽ നിന്നുമാണ് ഞാൻ പറയാം. സത്യത്തിൽ മാനവകുലത്തിന്റെ തുടക്കം, ചരിത്രം തുടങ്ങുന്നത്, ചരിത്രത്തിന്റെ ഉത്ഭവം പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് നിന്നുമാണ്.
وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء. നമ്മുടെ എല്ലാവരുടെയും തുടക്കമാണ്. നമ്മെ യാത്ര പറഞ്ഞു പോയ മഹാരഥന്മാരായ നമ്മുടെ പ്രതിനിധികൾ. അവരടുത്ത ദിവസത്തിന്റെ പ്രദോഷം ചെന്നെത്തുന്ന പരിശുദ്ധ മക്ക മുക്കറമ. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, ഒരു കറുത്ത ചതുരത്തിന്റെ കെട്ടിടം, കറുപ്പ് പുതപ്പിക്കപ്പെട്ട കെട്ടിടം, അതിന്റെ ചുറ്റാകെ ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങുന്ന വലിയൊരു ജനസഞ്ചയത്തെയാണ് നമ്മൾ കാണുക. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ലോജിക്കിന്റെ നിരക്കുന്നതാകണമെന്നില്ല. അവർ ചെയ്യുന്നത് എന്താണ്? അവർ പ്രതിനിധീകരിക്കുന്നത് എന്താ? മനുഷ്യകുലത്തിന്റെ പിതാവ് അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെയും 2000 കൊല്ലം മുമ്പുള്ള ചരിത്രത്തിൽ നിന്നുമാണ് മാനവകുലത്തിന്റെ ചരിത്രം തുടങ്ങുക. വിശുദ്ധ കഅബാലയത്തിന്റെ ചരിത്രം തുടങ്ങുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും ലോകത്തിന്റെ അവസാനം വരെ വരുന്ന സർവ്വ മനുഷ്യരെയും സൃഷ്ടിക്കുന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളോട് അല്ലാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകളോട് സംസാരിക്കുന്ന സന്ദർഭമാണ്. അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഒരു പ്രതിനിധിയെ ഞാൻ നിയമിക്കാൻ പോവുകയാണ്. ആ പ്രതിനിധിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ചോദിക്കുമ്പോൾ ആ സമയത്ത് മലക്കുകൾ മറുപടി പറഞ്ഞു, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, നീ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോവുകയാണോ? ഭൂമിയിൽ രക്തപ്പുഴ ഒഴുക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിനെ നീ സൃഷ്ടിക്കാൻ പോവുകയാണോ? ഒരുപാട് ആവർത്തി വായിച്ച് പഠിച്ചു പോയവരുണ്ടാകും, പാരായണം ചെയ്തു പോയവരുണ്ടാകും. എത്രത്തോളം ആളുകൾ ഇതിനിടയിലേക്ക് കയറി ചിന്തിച്ചിട്ടുണ്ടെന്നറിയില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സൃഷ്ടിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അല്ലാഹു പറയാ. ഈ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണം, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണം, അത് ഈ ലോകത്തെ കണ്ടിട്ടില്ലാത്തൊരു കാലം. ആ കാലത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നു, ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാ, ഇന്ന വസ്തുവിനെ സൃഷ്ടിക്കാൻ പോവുകയാ. ഒരു 200 കൊല്ലം മുമ്പ് അന്ന് ജീവിച്ച മനുഷ്യരോട് ഒരാൾ പറയും, ഞാൻ മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ പോവുക. സ്വാഭാവികമായിട്ടും ശ്രോതാമായ മനുഷ്യൻ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? അതെന്താ ഈ മൊബൈൽ ഫോൺ? അതെങ്ങനെയാണ് ഇരിക്കുക? എന്താണ് ആ പേന? അതെങ്ങനെ ഇരിക്കും? കൗതുകത്തോടെ ചോദിക്കും. അല്ലാഹുവോട് ചോദിക്കുക, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എന്റെ ഒരു പ്രതിനിധിയെ ഞാൻ സൃഷ്ടിക്കാൻ പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മലക്കുകൾ അപ്പോൾ തന്നെ മറുപടി പറയാം, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, രക്തപ്പുഴ ഒഴുക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കലാപകാരികളായ അവരെ എന്തിനാണ് പടച്ചവനെ സൃഷ്ടിക്കുക? മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. ആ സൃഷ്ടിപ്പിന്റെ അഭിപ്രായം ചോദിക്കുമ്പോഴാണ് മലയാളികൾ പറയാ, എന്തിനാണ് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നവരെ സൃഷ്ടിക്കുക? ഇതിനിടയിൽ പടച്ചവനും മലക്കുകളും തമ്മിൽ വലിയൊരു ഡിസ്കഷൻ കഴിഞ്ഞുപോയി എന്ന് മുഫസ്സിരീങ്ങൾ പറയാം. മലക്കുകൾ ചോദിച്ചുറപ്പേ, ആ ഖലീഫ ആരാണ്? എങ്ങനെയാണ് അവരുണ്ടാവുക? അവരുടെ രൂപവും രീതിയും കോലവും ഒക്കെ എങ്ങനെയായിരിക്കും? അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യന്റെ ആദിമ മനുഷ്യനായ ആദ്യത്തെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ചർച്ച നടക്കുന്നതായിട്ട് കാണുക. നമ്മുടെ ചരിത്രത്തിന്റെ തുടക്കം ആദം നബി ഭൂമിയിലേക്ക് വരുന്നതിന്റെ 2000 കൊല്ലത്തിന്റെ മുമ്പാണ് സ്വർഗ്ഗലോകത്ത് ആദമിന്റെ സൃഷ്ടിപ്പിന്റെ ചർച്ച നടക്കുക. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഭൂലോകത്ത്, ഈ ഭൂമിയിൽ അല്ലാഹു താമസിക്കുവാൻ പടച്ചവൻ നിയോഗിച്ച, നമുക്ക് മുമ്പേ ഇവിടേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ജിന്നുകൾ. ആ ജിന്നുകളുടെ വിഭാഗത്തിനാണ് പിശാചുകൾ എന്നെല്ലാം പറയാ, ശൈത്താൻ എന്നൊക്കെ പറയാ. അവിടെ നേതാവാണ് ഇബ്ലീസ്. അതിൽ നല്ല ആളുകളുമുണ്ട്, മോശക്കാരായ ആളുകളും ഒക്കെയുണ്ട്. ആ ജിന്ന് വിഭാഗം, നല്ലവരായ ജിന്ന് വിഭാഗം, വഴിപിഴച്ച പിശാചുക്കൾ, ഇവർക്കൊക്കെ താമസിക്കുവാൻ അല്ലാഹു കൊടുത്ത ഇടം ഈ ഭൂലോകം തന്നെയായിരുന്നു. ഈ ഭൂലോകത്തായിരുന്നു അവർക്ക് താമസ സൗകര്യം അല്ലാഹു കൊടുത്തത്. അപ്പോ പടച്ചറബിനോട് മലക്കുകൾ ചോദിച്ചു, നീ പുതുതായി സൃഷ്ടിക്കാൻ പോകുന്ന ആ ഖലീഫ പ്രതിനിധി എങ്ങനെയിരിക്കും? അല്ലാഹു ഭൂമിയിലെ ജിന്നുകളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവരുടെ വേറൊരു കോലത്തിലുള്ള വകുപ്പാണെന്ന് പറഞ്ഞു. അപ്പോഴവര് പറയാ, ഇവര് മഹാകുഴപ്പക്കാരാണ്, എന്നും അടിയും പിടിയും അക്രമവും കൊല്ലാപ്പോണ് ഇവരെ കൊണ്ട് സഹികെട്ടിട്ടുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട്. ഈ കുഴപ്പക്കാരായ ആളുകളെ പോലെ ഇനി അടുത്തൊരു ടീമിനെ കൂടെ നീ സൃഷ്ടിക്കാൻ പോവാണ് പടച്ചവനെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാണ് എല്ലാം അറിയുന്നത്. മറഞ്ഞത് വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ആലമീനെ മലക്കുകളുടെ ആ ചോദ്യം രസിച്ചില്ല. പടച്ചറബ്
അല്ലാഹു റബ്ബുൽ ആലമീൻ മലക്കുകളോട് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, എനിക്കറിയുന്നത് നിങ്ങൾക്കറിയൂല. ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന സൃഷ്ടി ആരാണ്, എന്താണ് അതിന്റെ രീതി, അതിന്റെ ആവശ്യകത, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയാത്തതിന് അഭിപ്രായം പറയരുത്. നിങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. മലക്കുകൾ ദുഃഖത്തോടെ കുറ്റബോധത്തോടെ അവർക്ക് എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അവർക്ക് മനസ്സിലായി റബ്ബിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ടിട്ടില്ല, പടച്ചവന്റെ ഇഷ്ടമായിട്ടില്ല. ഞങ്ങളുടെ ചോദ്യം അള്ളാഹുവിന്റെ കോപമായിട്ടുണ്ട്. എങ്ങോട്ടാണ് ഓടുക? തന്റെ മാതാവിന്റെ മുമ്പിൽ ഏതെങ്കിലും കുസൃതി കാണിക്കുമ്പോ മാതാവ് കോപിക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ, കുഞ്ഞുകുട്ടിയാണെങ്കിൽ വിദൂരത്തിലേക്ക് ഓടാൻ കഴിയില്ല. ഓടാൻ കഴിയുമെങ്കിൽ ഓടിയ കലാറുണ്ട്. ഓടാൻ കഴിയാത്ത പ്രായത്തിനാണെങ്കിൽ മാതാവിന്റെ കോപം തണുപ്പിക്കുവാൻ ആ കുഞ്ഞ് സ്വീകരിക്കുന്ന ഒരു നടപടിയുണ്ട്. ആ മാതാവിന്റെ ഉടയാടയിലേക്ക് തന്നെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അതിന്റെ ചുറ്റാകെ കറങ്ങും. മാതാവ് അടിക്കാൻ ഒരു കമ്പെടുത്ത് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയാൽ പുറകെ ഇങ്ങനെ കറങ്ങി കറങ്ങി ഉമ്മയുടെ ചുറ്റാകെ കറങ്ങുന്നത് പോലെ മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ മുഖാമുഖം നോക്കി നിന്നുകൊണ്ട് ആ കോപം നേരിടാൻ അവർക്ക് താല്പര്യമില്ല. അവർക്കതിന് ഭയമായി. അവര് പുറകെ ഭാഗത്തോട്ട് ഇങ്ങനെ മാറാൻ തുടങ്ങി. അങ്ങനെ പുറകെ ഭാഗത്ത് ഓരോരുത്തരും മുന്തി മുന്തി പുറകോട്ട് മാറി മാറി മാറാൻ തുടങ്ങുമ്പോ റഹ്മാനായ റബ്ബിന്റെ സിംഹാസനത്തിന്റെ അർശിന്റെ ചുറ്റാകെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ആ കറക്കം കുറച്ചു നേരം കഴിഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, നിങ്ങൾ സ്വീകരിച്ച പശ്ചാത്താപത്തിന്റെ മാർഗം എനിക്ക് ഇഷ്ടമായി, കൊള്ളാം, നല്ല രീതി, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയാണ് നിങ്ങൾ സ്വീകരിച്ചത്. മുമ്പിൽ വന്ന് നിൽക്കാതെ പുറകിലോട്ട് മാറിക്കൊണ്ട് ചെയ്തു പോയ അമളിയെ കുറിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാൻ നിങ്ങൾ സ്വീകരിച്ച നടപടി കൊള്ളാം. എന്നാൽ അറിയണേ, നിങ്ങൾക്ക് പറ്റി അമളിയുണ്ടല്ലോ, ഇതിനേക്കാൾ 1000 മടങ്ങ് അമളി പറ്റുന്ന ഒരു സൃഷ്ടിയാണ് ഞാൻ സൃഷ്ടിക്കാൻ പോവുക. അവര് മനുഷ്യരെന്നാണ് അവരുടെ പേര്. അവര് നിങ്ങളുടെ ഗുണമുണ്ട്, നിങ്ങൾക്ക് മുമ്പ് പോയ ജിന്നുകളുടെ ഗുണവും അവരിലുണ്ട്. ഇത് രണ്ടിലും പെടാത്ത ചില ഗുണങ്ങളോടെയാണ് ഞാൻ മനുഷ്യൻ എന്ന സൃഷ്ടിയെ സൃഷ്ടിക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് സംഭവിച്ച പിഴവിന്റെ മുമ്പിൽ എന്നോട് പശ്ചാത്തപിക്കാൻ നിങ്ങൾ സ്വീകരിച്ചൊരു നടപടി ഉണ്ടല്ലോ, ഇതേപോലെ അവർ തെറ്റ് ചെയ്താൽ അവർക്ക് ഇതേപോലെ പശ്ചാത്തപിക്കുവാൻ എന്റെ അർശിന്റെ ചുറ്റാകെ പശ്ചാത്തപിക്കാൻ ഒരു അവസരം ഉണ്ടാകണം. മലക്കുകളെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾ ഭൂലോകത്ത് ആ മനുഷ്യന് വേണ്ടി ഇതുപോലെ പശ്ചാത്തപിക്കാൻ ഒരു ഭവനം നിർമ്മിക്കുക. റഹ്മാനായ റബ്ബേ, എവിടെയാണ് ഭവനം നിർമ്മിക്കേണ്ടത്? അല്ലാഹു പറഞ്ഞു, എന്റെ അർശിരിക്കുന്നതിന്റെ നേരെ താഴ്ഭാഗത്തിലായി സ്ഥിതി ചെയ്യുന്ന, നിങ്ങൾ തവാഫ് ചെയ്യുന്ന, സദാസമയവും പ്രകാശപൂരിതമായ തവാഫ് കൊണ്ട് അലങ്കൃതമായ ബൈത്തുൽ മഅ്മൂർ, ആ ബൈത്തുൽ മഅ്മൂറിന്റെ നേരെ താഴ്ഭാഗത്തിലായി, ഈ ഭൂമി ലോകത്ത് നേരെ ബൈത്തുൽ മഅ്മൂറിന്റെ താഴ്ഭാഗത്തിലായി, അവിടെയാണ് നിങ്ങൾ അതിനു വേണ്ടി ഒരു ഭവനം നിർമ്മിക്കേണ്ടത്. മലക്കുകളോട് നിർദ്ദേശം നൽകപ്പെട്ടു. പടച്ചറപ്പിന്റെ സിംഹാസനം അർശ് എവിടെയാണോ ഉള്ളത് അതിന്റെ നേരെ താഴ്ഭാഗത്തിലായി സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅ്മൂർ, അതിന്റെ നേരെ താഴ്ഭാഗത്തിലായി ഈ ഭൂലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതെന്നറിയുമോ? അതാണ് നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും യാത്ര ചെയ്തു പോകുന്ന ലോകത്തിന്റെ മധ്യഭാഗമേ മക്കത്തുൽ മുകറമ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി. ആ ഭൂമിയിലാണ് മലക്കുകളെ പടച്ചിറപ്പ് അയച്ചുകൊണ്ട് ആദമിന്റെ സൃഷ്ടിപ്പിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് മനുഷ്യന് വേണ്ടി പശ്ചാത്തപിക്കുവാൻ, മനുഷ്യന്റെ പാപഭാരം ഇറക്കി വെക്കുവാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ ചുറ്റാതെ ചുറ്റി നടന്നുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് താഴെ കേണുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് തൗബ ചെയ്യുവാൻ ഈ ഭൂലോകത്ത് സ്ഥാപിതമായ ഭൂമിയിലെ ഒന്നാമത്തെ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ഭൂമിയിൽ ആദ്യമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ ആദ്യമായി സ്ഥാപിതമായ ഭവനം, ലല്ലദീ ബിമക്കത മുബാറക, ശറഫായ മുബാറക്കായ ബക്ക എന്ന മണ്ണിലാണ് അത് സ്ഥാപിതമായത്. ആദം നബിയുടെ വരവിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകളെ അയച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രകാശത്താലുള്ള മലക്കുകൾക്ക് കാണാൻ കഴിയുന്ന, ജിന്നുകൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രകാശത്താലുള്ള കഅബ ശരീഫിനെ നിർമ്മിക്കുകയായി. പിന്നീട് 2000 കൊല്ലത്തോളം മലക്കുകൾ തവാഫ് ചെയ്യലാണ്, ജിന്നുകൾ തവാഫ് ചെയ്യലാണ്. ഇങ്ങനെ മലക്കുകളും ജിന്നുകളും തവാഫ് ചെയ്ത് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗലോകത്തെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹവ്വാ ബീവിയുമായി ബന്ധപ്പെട്ടുണ്ടായ അബദ്ധം അമളി, അവസാനം അവിടെ നിന്നും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ നിങ്ങൾ താമസിക്കേണ്ട ഭൂമിയിലോട്ട് പോയിക്കോ, ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് യാത്രയാക്കപ്പെട്ടു. ചരിത്രം പറയപ്പെടുന്നതിലെ
ലഭ്യമായതിൽ ഏറ്റവും പ്രാമാണികമായ അറിവനുസരിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോ ആ മഹാനവറുകളെ കാൽപാദം ആദ്യം പതിഞ്ഞത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോൺ എന്ന ശ്രീലങ്കയിലായിരുന്നു. വിജനതയാണ്. മനുഷ്യരില്ല. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂലോകത്ത് പാദം പതിപ്പിക്കുമ്പോ ആദം മാത്രമാണ് മനുഷ്യനായിട്ട് ഭൂലോകത്തുള്ളത്. പിന്നെയുള്ളത് ജിന്നുകളാണ്, അന്നുള്ള ജീവജാലങ്ങളാണ്, മലക്കുകളാണ് ഈ ഭൂമിയിലുള്ളത്. ഒറ്റപ്പെടൽ മനുഷ്യന്റെ ഏറ്റവും വേദന നൽകുന്നതാ. എത്ര ആസ്വാദനം ഉണ്ടായാലും ശരി, എത്ര ആസ്വാദ്യകരമായ വസ്തുക്കൾ ഉണ്ടായാലും ശരി, അത് ആസ്വാദനമാകുന്നത് അത് പങ്കുവെക്കാൻ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടാകുമ്പോഴാ. നല്ല മനോഹരമായ കാഴ്ച, സ്വപ്നലോകത്ത് ഇങ്ങനെ ആനന്ദിച്ച് പോയിക്കൊണ്ടിരുന്ന കാഴ്ച പലപ്പോഴും ആഗ്രഹിച്ചു പോകും. അവിടെ ഒന്ന് എത്താൻ പറ്റിയെങ്കിൽ പൊക്കിയെടുത്ത് നേരെ അവിടെ കൊണ്ട് ആ ദ്വീപിൽ ആ ആനന്ദ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയെന്ന് കരുതുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം ആ എത്തപ്പെട്ട സന്തോഷത്തിൽ ഇങ്ങനെ രമിച്ച് നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയം തോന്നും. ഈ ആനന്ദമൊന്നും മറക്കും. പിന്നെ പേടിയാണ്. എന്താ കാര്യം? മനുഷ്യന്റെ അവസ്ഥയതാണ്. ഏത് സന്തോഷവും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ ഒരാളും കൂടെ വേണം. ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ പറ്റൂല. ഒറ്റയ്ക്ക് മനുഷ്യൻ ആസ്വദിക്കൽ വളരെ കുറവാണ്, വളരെ പ്രയാസമാണ്. ഭയമാണ് മനുഷ്യൻ ഉണ്ടാവുക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂലോകത്തേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദുഃഖവും കരച്ചിലും അധികരിക്കാൻ തുടങ്ങി. പറ്റിയ അബദ്ധവും വീഴ്ചയെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി. എന്താണ് ചെയ്യാറ്? പറ്റിപ്പോയി. ആ സ്വർഗത്തിലോട്ട് തിരിച്ചു പോകാൻ ഇനി വല്ല വഴിയുണ്ടോ? എന്താ ചെയ്യാ? ഒരു നിവൃത്തിയുമില്ല. എന്ത് ചെയ്യണം? കരയാൻ തുടങ്ങിയ ദിവസങ്ങളോളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ആ കരച്ചിലിന്റെ പര്യവസാനം ആദം നബിയുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ആദമിന് വഹീന്റെ സന്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞു, ഫഅമറല്ലാഹു ഇലാ ആദം. ആദം നബിക്ക് അല്ലാഹു വഹി നൽകിക്കൊണ്ട് പറഞ്ഞു, യാ ആദം അന്ത സാഫിർ, താങ്കൾ യാത്ര ചെയ്തു പോകണം. താങ്കളുടെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ താങ്കളോട് പറയാണ്, താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും താങ്കൾ യാത്ര ചെയ്യണം. ഇലാ മക്ക തഹത്തന്തഹ ഇലൈഹ, മക്ക എന്നൊരു നാടുണ്ട്, ആ നാട്ടിലേക്ക് താങ്കൾ യാത്ര പോകണം. എവിടെയാണ് ആ മക്ക? ജിബ്രീലിന്റെ മുമ്പിലേക്ക് വിട്ടു. മലക്കുകളുടെ സഹായം കൊടുത്ത് വഴികാട്ടിയായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാൽനടയായി സഞ്ചരിച്ച് കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് പരിശുദ്ധമായ മക്കാ മുക്കറമയുടെ ചാരത്തിലെത്തിയെന്നാണ്. ഇവിടെ എത്തുകാരൊക്കെ പറഞ്ഞ് 40 പ്രാവശ്യം പോയി. 40 പ്രാവശ്യം പോയതായിട്ട് കാണുന്നില്ല. ഒറ്റവട്ടേ പോയിട്ടുള്ളൂ. കാരണം മനുഷ്യരില്ലാത്ത ലോകത്തേക്ക് തിരിച്ചു വരവിന്റെ ആവശ്യമില്ല. ഒറ്റവട്ടം സിലോണിൽ നിന്നും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കാ മുക്കറമയിലേക്ക് യാത്രയായി. പരിശുദ്ധ കഅബ ശരീഫിന്റെ മുമ്പിൽ, ആ കഅബാലയത്തിന്റെ ചാരത്തിലാണ് മലക്കുകള് ജിന്നുകളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന. ആദമിന്റെ വരവിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു കാലേക്കൂട്ട് സൃഷ്ടിച്ചു വെച്ച പ്രകാശത്താലുള്ള കഅബാലയത്തിന്റെ പരിസരത്താണ് ആദം ചെന്ന് നിൽക്കുക. പക്ഷെ ആദമിന് ആ സ്ഥലവും അതിന്റെ സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളും വേണ്ടതുപോലെ എല്ലാം മനസ്സിലാകുന്ന രീതിയിലായിരുന്നില്ല. മലക്കുകളുടെ സഹായത്തോടുകൂടി ആദമിന് കൃത്യമായി കാണിച്ചു കൊടുത്തു, ഇതാണ് പരിശുദ്ധ കഅബ ശരീഫ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രത്യേകമായ കഴിവുകൊണ്ട് ആ പ്രകാശത്താലുള്ള കഅബ കണ്ടു. അതിന്റെ മുമ്പിൽ പോയി തവാഫ് ചെയ്തു, അതിന്റെ മുമ്പിൽ തൗബ ചെയ്തു. അവിടെ പോയി പടച്ചറബിന്റെ മുമ്പിൽ കേണു വണങ്ങി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. അള്ളാഹു സ്വീകരിച്ചു. പിന്നീടാണ് ഒരല്പം കൂടെ വിദൂരത്തിലേക്ക് മാറി നടക്കാനുള്ള അറിയിപ്പ് വരിക. അവിടെ അടുത്ത ഭാഗത്തേക്ക്, അടുത്ത ചെരുവിലേക്ക് നടന്നുപോയി. ആ ചെരുവാണ് ഹജ്ജ് എന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിലേക്ക് പ്രധാനപ്പെട്ട കർമ്മമായ അറഫ. ആ അറഫയുടെ വിശാലമായ മൈതാനത്തിന്റെ ചെരുവിലൂടെ എന്തെന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ പടച്ചറപ്പിന്റെ ഉത്തരവനുസരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാ അങ്ങനെ ദൂരത്തിൽ ഒരു മനുഷ്യരൂപം, മരീചിക പോലെ ഒരു മനുഷ്യരൂപം. അത് മനുഷ്യനാണോ, അതാരാണെന്നറിയാൻ അതിനടുക്കലേക്ക് എത്തുമ്പോഴാ സുബ്ഹാനല്ലാഹ് തന്റെ പ്രിയതമയായി സ്വർഗ്ഗലോകത്ത് കൂടെ ഉണ്ടായിരുന്ന ഹവ്വ ബിബി റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ ഒരുമിച്ച് കണ്ടുമുട്ടിയിടം അറഫ അറിഞ്ഞു, തിരിച്ചറിഞ്ഞു, പരസ്പരം കണ്ടുമുട്ടി, വീണ്ടും ജീവിതം കൂടിച്ചേർന്നു. മാനവകുലത്തിന്റെ പ്രയാണം, ചരിത്രം അറഫയിൽ നിന്നുമായിരുന്നു പിന്നെ ആരംഭിച്ചത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയതമായ ഹവ്വ ബീവിയിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ 40 മനുഷ്യരെയാണ് ഉണ്ടാക്കിയത്. 20 പ്രാവശ്യത്തെ പ്രസവത്തിലൂടെ 20 ആൺമക്കളും 20 പെൺമക്കളുമായി 40 സന്താനങ്ങളിലൂടെ മാനവകുലത്തിന്റെ പ്രയാണം ആരംഭിച്ചു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 1000 ചില്ലുവാനും വർഷത്തെ ജീവിതത്തിന് ശേഷം തന്റെ മക്കൾക്ക് ഹിദായത്തിന്റെ പാത തെളിച്ചു കൊടുത്തു. ആദം നബി ലോകത്തോടെ യാത്രയായി.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 വഹികളാണ് ഉണ്ടായത്. ഒന്ന് വഹിയു തശ്രീഅ്, 2 വഹിയു തക്വീൻ. ദീനനുസരിച്ച് ജീവിക്കുവാൻ പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന വഹി. രണ്ടാമത്തത് ഈ ഭൗതിക ലോകത്ത്, ഭൂലോകത്ത് മനുഷ്യന്റെ സ്വർഗ്ഗലോകത്ത് ജീവിച്ചതുപോലെയല്ല. ഇവിടെ ജീവിക്കുവാൻ അനിവാര്യമായ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ആഹാരം വേണം, ഉറങ്ങണം, താമസിക്കണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഇതൊക്കെ എങ്ങനെയാണ് ഉരുക്കൂട്ടിയെടുക്കുക, അതിന്റെ അറിവ് കൊടുത്തു. ഇത് 2 മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, 2 പാതയും അവരെ പഠിപ്പിച്ചു കൊടുത്തു. പടച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനവകുലത്തിൽ ആദ്യമായി പരിശുദ്ധ കഅബ ശരീഫ് മനുഷ്യ ലോകത്തിന് ദൃശ്യമാകുന്ന രൂപത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണ് മാറ്റി അസ്ഥിവാരമിട്ടുകൊണ്ട് ബേസ്മെന്റിൽ നിന്നും പ്രകാശത്താൽ മലക്കുകളെ കൊണ്ട് പടച്ചറപ്പ് സൃഷ്ടിച്ച അതേ അളവിലായി, അതേ വലിപ്പത്തിലായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ കല്ല് വെച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ല് വെച്ച് ബേസ് ഉണ്ടാക്കി മനുഷ്യകുലത്തിന് കാണാൻ കഴിയുന്ന രൂപത്തിൽ കഅബ ശരീഫ് നിർമ്മിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് യാത്രയായി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അടുത്ത പ്രവാചകൻ മഹാനായ ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ കഅബാലയത്തിന്റെ ചുമരുകൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു. ആ പ്രവാചകരാണ് രണ്ടാമത് മാനവകുലത്തിൽ നിന്നും രണ്ടാമത് കഅബ ശരീഫിനെ പുനർനിർമ്മിക്കുക. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അടുത്ത തലമുറ വഴികേടിലേക്ക് പോയി. പൂർണ്ണമായും വഴികേടിലേക്ക് പോയ വലിയൊരു ജനാവലിയായി ലോകത്ത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലക്കാലം ദഅവത്തിന് വേണ്ടി മാത്രം ജീവിച്ച മഹാനായ പ്രവാചകൻ വന്നു. ആ പ്രവാചകർ 950 കൊല്ലക്കാലം അവർക്കിടയിൽ പണിയെടുത്തിട്ടും വളരെ വിരളം വരുന്ന ആളുകളാണ് ദീൻ സ്വീകരിച്ചത്. 83ഓളം വരുന്ന ആളുകളുമായി പടച്ചവന്റെ നിർദ്ദേശപ്രകാരം കപ്പലിൽ യാത്ര പുറപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 4 മക്കളിൽ 4ാമനായ കൻആന്റെ മരണത്തിന് ശേഷം 3 മക്കളെയും കൊണ്ട് യാത്ര പുറപ്പെട്ട ആ യാത്രാ സംഘം 180 ദിവസം ഓളപ്പരപ്പിലൂടെ ആടി ഉലഞ്ഞു നടന്ന കപ്പൽ ഇന്നത്തെ തുർക്കിയുടെ അറാറത്തിന്റെ ചരിവിൽ വന്ന് കപ്പൽ നങ്കൂരമിട്ട് പിന്നെ മനുഷ്യവാസം ആരംഭിക്കുമ്പോൾ അറേബ്യൻ ഉപദ്വീപുമായി ഒരു ബന്ധവുമില്ല. മാനവകുലം തുടങ്ങുന്നത് അറേബ്യൻ ഉപദ്വീപിലെ മക്കയുടെ മലഞ്ചെരുവിൽ നിന്നുമാണെങ്കിൽ പിന്നീട് സഹസ്രാബ്ദങ്ങളോളം അറേബ്യക്ക് മനുഷ്യലോകവുമായി ബന്ധമില്ല. പിന്നെ മനുഷ്യന്റെ പ്രജ്ഞ ആരംഭിക്കുന്നത് യൂറോപ്പിൽ നിന്നുമാണ്. യൂറോപ്പിലെ തുർക്കിയിലാണ്. തുർക്കിയിലെ അറാറത്തിന്റെ ജ്യോതിയുടെ പരിസരത്ത് നിന്നുമാണ് മഹാനായ നൂഹ് നബിയുടെ 3 മക്കളായ സാം, ഹാം, യാഫിസ് 3 മക്കളുടെ പരമ്പര പറയുക. അതിൽ സാമിന്റെ സന്താന പരമ്പര, ആ പരമ്പരയിലാണ് നമ്മൾ എല്ലാവരും വരിക. രണ്ടാമത്തെ മകൻ ഹാമിന്റെ പരമ്പര, ആ പരമ്പരയാണ് ആഫ്രിക്കൻ കറുത്ത വംശജരായ മനുഷ്യർ. യാഫിസ് എന്ന മകന്റെ പരമ്പരയാണ് യൂറോപ്പിലുടനീളം വ്യാപിച്ച വെളുത്ത വംശക്കാരായ ആളുകൾ. ഈ 3 മക്കളിലൂടെ പിന്നെ മനുഷ്യവാസം ആരംഭിച്ചു. ആ മനുഷ്യന്റെ പ്രയാണം പിന്നീട് യൂറോപ്പിൽ നിന്നും അറേബ്യൻ ഉപദ്വീപിന്റെ ഒരു കോണിലേക്ക് വരുന്നത് ഇന്നത്തെ യമനിലേക്കാണ്. യമനിലെ ഒരു ഭാഗത്തിലാണ് പിന്നീട് ആ മനുഷ്യർ എത്തപ്പെടുന്നത്. യമനിലെ സൻആഇന്റെ ഹദറമൗത്തിന്റെ പരിസരങ്ങളിലുള്ള പ്രദേശങ്ങളിലേക്ക് മനുഷ്യരെത്തി. പിന്നെ നൂറ്റാണ്ടുകൾ വീണ്ടും കടന്നുപോയി. അന്ന് അറേബ്യൻ ഉപദ്വീപ് പരിശുദ്ധ കഅബ ശരീഫ് നിലകൊണ്ട മക്കയും മക്ക മുകറമയും അനുഗ്രഹീതമായ കഅബ ശരീഫും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെള്ളപ്പൊക്കത്തോടുകൂടി മണ്ണിനടിയിലേക്ക് മറഞ്ഞുപോയി. പടച്ചവന്റെ നിർദ്ദേശപ്രകാരം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മണ്ണിനടിയിലേക്ക് മറഞ്ഞുപോയ കഅബ ശരീഫ് 4000 കൊല്ലക്കാലത്തോളം പിന്നെ മനുഷ്യലോകത്തിന്റെ ഒരു പരിചയവുമില്ല, ആർക്കും അറിയില്ല. മറ്റു പല ഭാഗങ്ങളിലായി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മനുഷ്യന്റെ പ്രയാണം ആരംഭിക്കുകയാണ്. മനുഷ്യ സംഗമം നടക്കും. ഈ സമയത്തിലാണ് യമന്റെ പ്രദേശത്തു നിന്നും യമനിലേക്ക് കുടിയേറിയ മനുഷ്യർ, അവിടെ നിന്നും അടുത്ത സംഘമായി നാടോടികളായി കഴിഞ്ഞിരുന്ന മനുഷ്യർ, ആ നാടോടികളായ മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നാടോടികളായി സഞ്ചരിച്ചിരുന്ന മനുഷ്യർ, അവർ അവിടെ നിന്നും യാത്ര ചെയ്തു പോയവർ ഇന്നത്തെ നമ്മുടെ മുമ്പിൽ ലഭ്യമാകുന്ന മാനവ നാഗരികതയുടെ ചരിത്രം പറയുമ്പോൾ മെസപ്പൊട്ടോമിയ, മാസിഡോണിയ, ബാബിലോണിയ എന്നൊക്കെ പറയും. ആ ബാബിലോണിയയുടെ ചരിത്രം ഇത് മുതലാണ്. ഇന്നത്തെ നരവംശ ശാസ്ത്രത്തിന്റെ ചരിത്രം പറയാനുള്ളത് ബാബിലോണിയ മുതലുള്ള ചരിത്രമാണ്. പരിശുദ്ധ ഖുർആനും വിശുദ്ധ മതഗ്രന്ഥങ്ങളുമാണ് നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തിന് മുമ്പേ ഉള്ള മനുഷ്യകുലത്തിന്റെ ചരിത്രം പറയാം. കഅബ ശരീഫിന്റെ ചരിത്രം പറയാം. ബാബിലോണിയ ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിന്റെ 50 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഊർ ബാബിലോണിയ പ്രദേശം. അവിടേക്കായിരുന്നു യമനിൽ നിന്നും പോയ സംഘം അവിടെ പോയി താമസക്കാരാണ്. ആ യമനിൽ നിന്ന് പുറപ്പെട്ട സംഘം അവരായിരുന്നു അറബി ഭാഷയുടെ തുടക്കക്കാർ. അവരായിരുന്നു അറബി ഭാഷ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. യമനിൽ നിന്നും പോയ അറബി ഭാഷയുടെ സംഘം അവർ ഇറാഖിന്റെ പരിസരങ്ങളിലായി താമസം ആരംഭിച്ചു. ആ ഇറാഖിന്റെ പരിസരത്തെ ബാബിലോണിയ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മറ്റു പല ഗോത്രങ്ങളുമുണ്ട്. ആ ഗോത്രങ്ങൾക്കിടയിലായി താമസം ആരംഭിച്ച് ജീവിക്കുന്ന ആ സമൂഹത്തിൽ വിഗ്രഹാരാധന വ്യാപകമായിരുന്നു. ബിംബാരാധകരായിരുന്നവരിൽ ഭൂരിപക്ഷവും ആ ബിംബാരാധകരായ സമൂഹത്തിനിടയിൽ നമ്രൂദ് എന്ന രാജവംശം, ആ രാജവംശം
പടച്ചിറപ്പിന്റെ ദീനിനും അള്ളാഹുവിന്റെ വിശ്വാസത്തിനും എതിരായി ബിംബാരാധനയിൽ വിശ്വസിക്കുന്ന സമൂഹമായിരുന്നു. രാജാവിനെ തന്നെ പൂജിക്കണമെന്നുള്ള ആജ്ഞ നടപ്പിലാക്കപ്പെട്ട സമൂഹമായിരുന്നു. ആ സമൂഹത്തിലാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ നവോത്ഥാന നായകനെ അല്ലാഹു കൊണ്ടുവരുന്നു. നമ്മളുടെ ഒരു സ്വപ്നം കണ്ടു. താൻ തന്റെ നേർക്ക് ചീറി വരുന്ന ഒരു തീക്കുണ്ടാരം, ഒരു വലിയ തീക്കുണ്ടാരം തനിക്ക് നേരെ വന്ന് തന്റെ വെണ്ണീറാക്കി കളയുന്ന ഒരു രംഗമാണ് അദ്ദേഹം കാണുക. ജ്യോത്സ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? പറയപ്പെട്ടു, അങ്ങയുടെ അധികാരം നശിപ്പിക്കുന്ന ഒരു കുട്ടി ഇന്ന രാത്രിയിലുള്ള ബന്ധത്തിൽ പൂജാതനാണ്. ഇന്ന ദിവസം ഇന്ന രാവിലെ നടക്കുന്ന ബന്ധത്തിൽ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് അങ്ങയുടെ അധികാരം തകർത്ത് കളയും. ദിവസം കണക്കുകൂട്ടി ജ്യോത്സ്യന്മാരെ പറഞ്ഞു കൊടുത്തു. രാജാവിന്റെ പരിഭ്രാന്തിയായി. എന്ത് ചെയ്യണം? പരിഹാരം എന്താണ്? ഒരു മായത്തിലേക്ക് എത്തി. ആ ദിവസത്തിൽ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം കാണണ്ട, എല്ലാവരെയും പ്രത്യേകം താമസിപ്പിക്കാം. രാജവിളംബരമായി എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടാനുള്ള ഉത്തരവായി എല്ലാവരും രാജകൊട്ടാരത്തിന്റെ പരിസരത്ത് സംഗമിച്ചു. എല്ലാവരും ഒറ്റക്കഴിഞ്ഞു. ഒരു മനുഷ്യരും തന്റെ നാട്ടിൽ പരിസരത്ത് ഒരാളും ബാക്കിയില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്രൂദിന്റെ അധികാരം തകർക്കുന്ന മനുഷ്യന്റെ വരവിനെ തടയാൻ നമ്രൂദും കൂട്ടരും കൊണ്ട് ഉപായം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നമ്രൂദും കൂട്ടരും ഒരു ഉത്തരവിട്ടു. എന്ത് ചെയ്യണം? ഈ ദിവസത്തിൽ ഇന്ന ദിവസത്തിൽ വലിയൊരു മതില് കെട്ടി, വലിയൊരു വേലി കെട്ടി, അതിനുള്ളിലേക്ക് പുരുഷന്മാരെ മുഴുവനും, പുരുഷ വിഭാഗത്തെ മുഴുവനും അതിനുള്ളിലേക്ക് താമസിപ്പിച്ചു. സ്ത്രീകളെ മുഴുവനും മറ്റൊരു മതിൽ കെട്ടി അതിനുള്ളിലേക്ക് താമസിപ്പിച്ചു. രണ്ട് വിഭാഗത്തിനെയും പരസ്പരം കാണാനോ സഹകരിക്കാനോ കഴിയാത്ത രൂപത്തിൽ രണ്ട് ഭാഗങ്ങളിലാക്കി മാറ്റി. എന്നിട്ട് പുരുഷന്മാരുടെ വിഭാഗത്തിന്റെ വേലിക്ക് കാവൽ നിൽക്കുവാൻ ആരെ ഏൽപ്പിക്കണമെന്ന് ആലോചിക്കുമ്പോ ഈ രാജാവ്, നമ്രൂദ് രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ, തനിക്ക് ഏറ്റവും താല്പര്യമുള്ള, തന്റെ വിശ്വസ്തനായ ആസർ എന്ന, താരിഖ് എന്ന, അബുൽ ലീഫാൻ എന്ന കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഇന്നത്തെ ദിവസം ഒരു പുരുഷനും ഒരു സ്ത്രീയെ കാണാൻ പാടില്ല. ഈ ദിവസം നിങ്ങളാണ് പുരുഷന്മാരെ സൂക്ഷിക്കേണ്ടത്, ഒരാളും പുറത്തിറങ്ങാതെ കാക്കണം. സ്ത്രീകളെ ഏൽപ്പിച്ചു. അബുൽ ലീഫാൻ എന്ന ആസറിന്റെ ഭാര്യയെ സ്ത്രീകളെ കാക്കുവാൻ ഏൽപ്പിച്ചു. രണ്ടുപേരും കാവൽക്കാരായി നിന്നു. രാജാവ് സമാധാനിച്ചു. ഇനി ഒരു വൈക്കരും തന്നെ ഈ ദിവസം ഒരു ബന്ധം ഉണ്ടാവത്തില്ല. ഈ ദിവസം ഞാൻ ഭയപ്പെട്ട കുഞ്ഞ് ജനിക്കാനും പോകുന്നില്ല. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അള്ളാഹുവിന്റെ തന്ത്രത്തിനെ കവച്ചു വെക്കാൻ ആരുടെ തന്ത്രത്തിനാണ് കഴിയുക? എല്ലാവരും സ്വസ്ഥമായി ഉറങ്ങി. രാജാവും സമാധാനത്തോടെ ഉറങ്ങി. ആ ഉറക്കം എല്ലാവരും ഗാഢമായി നിദ്രയിലേക്ക് പോകുമ്പോൾ അബുൽ ലീഫാൻ എന്ന ആസർ ഒരു സ്വപ്നം കാണുക. അന്നേവരെ കണ്ടിട്ടില്ലാത്ത നല്ല സൗന്ദര്യത്തിൽ, ആകർഷണീയമായ സൗന്ദര്യത്തിൽ തന്റെ ഭാര്യ തന്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്ന രംഗമാ കാണുക. കണ്ണു തുറന്ന് നോക്കുമ്പോ അപ്പുറത്ത് പാറാവുകാരിയായി നിൽക്കുന്ന ഭാര്യ തന്നെയാണ്. അന്നേവരെ കണ്ടിട്ടില്ലാത്ത വല്ലാത്ത ആകർഷണീയത്തോടെ നിൽക്കുന്നത് അതേ തന്റെ ഭാര്യ തന്നെയാണ്. തന്റെ ഉത്തരവാദിത്വം മറന്നുപോയി, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മറന്നുപോയി. അബുൽ ലീഫാൻ നടന്ന് തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോയി. ചരിത്രം പിന്നീട് വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചത്. ആ രാത്രിയിൽ ആ ഭാര്യ ഭർത്തൃ ശയനത്തിന് ശേഷം പിന്നീട് ചരിത്രം ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയ കുഞ്ഞിന്റെ ജനനം നമ്രൂദ് ഭയപ്പെട്ട അതേ രാത്രിയിൽ, അതേ ദിവസത്തിൽ ആ ഭയപ്പാടിനെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലായി. ആസറിന്റെ, താരിഖിന്റെ ഭാര്യയും രണ്ടുപേരും ജന്മം കൊടുത്ത ഇബ്രാഹിം ആ കുഞ്ഞു പറഞ്ഞു. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുത കുഞ്ഞായി പറക്കുകയാണ്. 16 വയസ്സുവരെ തന്റെ ബാല്യകാലം കഴിഞ്ഞു പോകുമ്പോഴും തന്റെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധതയെക്കുറിച്ച് അങ്ങേയറ്റം ചിന്താകുലനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുഞ്ഞു പ്രായം മുതലേ നാട്ടുകാര്, പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെ കുറിച്ച് എപ്പോഴും ആലോചിക്കും. ആ പിതാവാണ് കൊട്ടാര പൂജാരി. നമ്രൂദിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട പൂജാരി ഈ ആസറാണ്. അദ്ദേഹത്തിന് 3 പേരുകളാണുള്ളത്. ഒന്ന് ആസർ എന്ന് വിളിക്കും, അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന സ്ഥാനപ്പേരാണ് ആസർ. താരിഖ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യഥാർത്ഥ പേര്. അബുൽ ലീഫാൻ എന്ന അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത് അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് വിളിച്ചിരുന്ന മറ്റൊരു പേരാണ്. ഈ 3 ആളും ഒന്നേ തന്നെയാണ്. അബുൽ ലീഫാൻ എന്ന ആസർ പൂജാരിയാണ്, ഏറ്റവും വലിയ വിഗ്രഹ കച്ചവടക്കാരനാണ്. അയാളാണ് നാട്ടിലുള്ള ബിംബാരാധകരുടെ എല്ലാവരുടെയും ഹെഡ്. അപ്പൊ അയാൾ നേതൃത്വം കൊടുക്കുന്ന ഈ പണി തന്നെ ശരിയല്ലല്ലോ എന്നത് ഇബ്രാഹിം നബി ഇങ്ങനെ കുഞ്ഞു പ്രായത്തില്, അന്ന് നബി ആയിട്ടില്ല, പ്രവാചകനായിട്ടില്ല, അപ്പോൾ ഇബ്രാഹിം നബി ചിന്തിക്കുക, ഈ ചെയ്യുന്ന പണി ഇത് എന്താ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്തായി ചെയ്യാ. പലപ്പോഴും ചോദിക്കുന്നു, ഉപ്പ ഒരു ഈച്ച വന്നിരുന്നാൽ തട്ടിക്കളയാൻ കഴിയാത്ത ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി വെള്ളം തരണേ, കഞ്ഞി തരണേ, ആഹാരം തരണേ, രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ഇതിന് വല്ലതും ചെയ്യാൻ കഴിയൂ? പാരമ്പര്യം അതാണ്, തിരിച്ച് ചോദിക്കാൻ പാടില്ല.
ആസറിന്റെ തിരിച്ചുള്ള മറുപടി എന്ന് മാത്രമായിരുന്നു. ഇബ്രാഹിം നബി ഇത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഇബ്രാഹിം നബി വീണ്ടും വീണ്ടും ചോദിച്ചു. വിശാലമായ ചരിത്രം നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാകും. അവസാനം ജനങ്ങളോട് പലവട്ടം ഒന്നിനും കഴിയാത്ത വെറും കല്ലുകളായി, ഇന്നലെ വരെ ഏതോ മലഞ്ചെരുവിലോ ഭൂമിയിലോ മണ്ണായി കിടന്ന വസ്തുവിനെ കൂട്ടിച്ചേർത്ത് രൂപമുണ്ടാക്കി, അതിനെ കൊത്തും രൂപമെല്ലാം ഉണ്ടാക്കി അതിനെ ഭംഗിയോടെ ഷെൽഫിലേക്ക് വെക്കുമ്പോഴും അതിന്റെ മേക്കറും എഞ്ചിനീയറും മനുഷ്യരാണ്. എല്ലാം കഴിഞ്ഞാൽ പിന്നെ അതാണ് ദൈവം എന്ന് കരുതി അതിന്റെ മുമ്പിലേക്ക് പോയി കുമ്പിട്ട് നിൽക്കുന്നു. എത്ര വലിയ വെട്ടിത്തരമാണ് ഈ കാണിക്കുക. പറഞ്ഞിട്ട് ആസറിനും തിരിയുന്നില്ല, നാട്ടുകാർക്കും തിരിയുന്നില്ല. നാട്ടുകാർ പറയാൻ തുടങ്ങി, ഇവൻ കുഴപ്പക്കാരനാണ്, ഇവൻ നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്, നമ്മുടെ സിസ്റ്റത്തിനെ തകർക്കും, സൂക്ഷിക്കണമേ ഇയാളെ. ഒരു നാൾ അവർ ആഘോഷത്തിന്റെ പോയി തിരിച്ചു വരുമ്പോൾ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ചോദ്യമായി ഇത് ബാക്കിയാകട്ടെ. വലിയ വിഗ്രഹത്തിന്റെ തോളത്തേക്ക് കോടാലി വെച്ചു കൊടുത്തു. ചെറിയ വിഗ്രഹങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുക. ചരിത്രം നമുക്കറിയാം. അവസാന ഇബ്രാഹിം നബിയോട് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. വിശാലമായ തീക്കുണ്ടാരം, ഭീമാകാരമായ തീക്കുണ്ടാരം, കിലോമീറ്ററുകൾ മുകളിലൂടെ പറക്കുന്ന പറവകൾ പോലും വെന്തുരുകിയതിലേക്ക് പതിച്ചു പോകുന്ന ആളിക്കത്തുന്ന തീക്കുണ്ടാരം ഉണ്ടാക്കി അതിനുള്ളിലേക്ക് തെറ്റാലി കൊണ്ട് അടിച്ചിടപ്പെട്ടു, അതിനുള്ളിലേക്ക് എഴുതിടപ്പെട്ടു. നിമിഷങ്ങൾക്കകം വെന്തുരുകി വെണ്ണീറാകുമെന്ന് കരുതിയ ആ മനുഷ്യൻ, മഹാനായ പ്രവാചക വര്യൻ, അത്ഭുതകരമായി എയർ കണ്ടീഷൻ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇരിക്കും പോലെ, ഒരു പുതിയാപ്ലയം പോലെ നല്ല ആനന്ദത്തോടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലിയിരിക്കുന്ന കാഴ്ച കണ്ടതോടെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗം കുമ്പിട്ട് വീണു, സുജൂദിലേക്ക് വീണു. ആ മണ്ടു പടച്ചിറപ്പെ ഈ ഇബ്രാഹിം പറഞ്ഞതാണ് ശരി. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ് ശരി. ചിന്തിക്കാൻ തുടങ്ങി. തീക്കുണ്ടാരത്തിൽ നിന്ന് മോചിതനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളോട് ഞാൻ നല്ലത് പറഞ്ഞു തരാൻ ശ്രമിച്ചു, പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുന്നില്ല. ഇനി അള്ളാഹുവിന്റെ വഴിയിൽ ഞാൻ പോവുകയാണ്, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അള്ളാഹു എനിക്കൊരു വഴി കാണിച്ചു തരും, ആ വഴിയിലേക്ക് ഞാൻ ഇതാ പോവുകയാണ്, ഇനി ഞാൻ തിരിച്ചു വരുന്ന പ്രശ്നമില്ല, ഞാൻ ഇതാ പോവുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വേദനയോടുകൂടി തന്റെ കൗമാരകാലത്ത്, വളരെ വിഷമത്തോടുകൂടി ആ കൗമാരകാലത്ത് തന്റെ നാട്ടുകാരെ വിട്ടുകൊണ്ട് യാത്ര പുറപ്പെടുന്ന എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, നിന്നെ വഴിപ്പെടുന്ന സ്വാലിഹീങ്ങളായ ആരെങ്കിലും ഒരാളെ എനിക്ക് തരണേ അല്ലാഹ്. ദുആ ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി ബാബിലോണിയ എന്ന മാനുഷ്യ നാഗരികതയുടെ ഇന്നത്തെ ചരിത്രത്തിന്റെ ആദ്യത്തെ ചരിത്ര ഭൂമിയായ ബാബിലോണിയ എന്ന് യാത്രയാകുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. മാനവകൾ നടന്ന് യാത്ര പുറപ്പെട്ട ഇബ്രാഹിം നബിയോട് മലക്കുകളുടെ സഹായത്തോടെ അല്ലാഹ് കൊടുത്ത നിർദ്ദേശം, പടച്ചറബ് മഹാനായ ഇബ്രാഹിം നബിയോട് സഞ്ചരിക്കുവാൻ കാണിച്ചു കൊടുത്ത ദിശ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഹറം ശരീഫ്, പവിത്രമായ ബൈത്തുൽ മുഖദ്ദസ് എന്ന ഖുദ്സിന്റെ മണ്ണിലേക്കാണ് ഇബ്രാഹിം നബിയോട് യാത്ര ചെയ്യാൻ പറഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് കത്തിയാളുന്ന ഫലസ്തീനിലെ ഹെബ്രോൺ എന്ന മുസ്ലിം ഉമ്മത്ത് തിങ്ങിപ്പാർക്കുന്ന ഹെബ്രോൺ എന്ന മണ്ണിലേക്ക് എത്തി. ആ ഹെബ്രോൺ എന്ന മണ്ണിലേക്ക് എത്തി. ആ യാത്രയിലാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളായ സാറ ബീവിയെ വിവാഹം കഴിക്കുന്നു. സാറ ബീവിയുടെ വിവാഹ ജീവിതം വളരെ വർഷങ്ങൾ പിന്നിട്ടിട്ടും മക്കളില്ല, സന്താനങ്ങൾ ആരുമില്ല. അതിന്റെ പേരിൽ ഒരുപാട് ദുഃഖിച്ചു, വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായി. അതിനുവേണ്ടി ഒരുപാട് കാലം പ്രാർത്ഥിച്ച് അവസാനം നിരാശയിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോ സാറ ബീവി പറഞ്ഞു, അല്ലാഹ്, എന്റെ മാസമുറ നിലച്ചു പോയി, ഞാൻ ഇനി പ്രസവിക്കാൻ പോലും സാധ്യതയില്ല, വാർദ്ധക്യത്തിലെത്തിപ്പോയി, എനിക്കൊരു കുഞ്ഞിനെ കാണാൻ, അങ്ങയുടെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ എനിക്ക് അവസരം കിട്ടുമോ? താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആ സമയത്തിലാണ് സാറ ബീവിക്ക് ഹദിയായി കിട്ടുന്ന, സഹായത്തിന് കിട്ടുന്ന ഹാജർ എന്ന അടിമ സ്ത്രീ, നല്ല സുന്ദരിയായ അടിമ സ്ത്രീ. പലരും പറയാറുണ്ട് കറുത്ത കാപ്പിരിയാണ്, കറുത്തതോ കാപ്പിരിയോ അല്ല, നല്ല സുന്ദരിയായ സ്ത്രീയായിരുന്നു ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ. ഈജിപ്തിൽ നിന്നും ദാനമായി കിട്ടിയ ഹാജർ ബീവിയെ ഇവരെ താങ്കൾ വിവാഹം ചെയ്ത് ഇതിലെങ്കിലും ഒരു കുഞ്ഞുണ്ടാകുമെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് സന്തോഷമാകുമല്ലോ, താങ്കൾ വിവാഹം കഴിക്കുക, ജീവിതം ആരംഭിക്കുക. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ആ ദുആഇന്റെ ഉത്തരം, അല്ലാഹുവേ, എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തിനെ തരണേ അല്ലാഹ്, ഒരു കൂട്ടുകാരനെ തരണേ അല്ലാഹ്. ആദിയായ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹുവിലൂടെ പടച്ച റബ്ബ് മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നൽകുകയാ. ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു. നാളുകൾ കഴിഞ്ഞു. അത്ഭുതമേ, പടച്ച റബ്ബിന്റെ അത്യത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തം. 86 വയസ്സ് വരെ പ്രസവിക്കാതെ, ഇനി പ്രസവിക്കില്ല എന്ന് വിധി എഴുതപ്പെട്ട സാറ ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി. പിന്നെ ചക്രത്തിൽ പോരായി. പിന്നെ രണ്ടുപേരും താമസിക്കാൻ കഴിയില്ല എന്നുള്ള ഘട്ടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ സമയമാണ് നിർദ്ദേശം വരിക, ഇബ്രാഹിം പോകണം. അങ്ങ് മക്ക എന്നൊരു നാടുണ്ട്,
സിലോണിൽ കഴിഞ്ഞ ആദം നബിയോട് മക്ക എന്ന നാടിനെ ചൂണ്ടിയതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിം താങ്കൾ മക്ക എന്ന നാട്ടിലേക്ക് പോകണം. എവിടെയാണ് റബ്ബേ മക്ക? ഞാൻ ജിബ്രീലിനെ കൂടെ വിടാം, പുറകെ നടന്നു. അങ്ങനെ നടന്ന് ഓരോ ഗ്രാമങ്ങൾ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഓരോ പ്രദേശങ്ങൾ, നമ്മുടെ കേരളം പോലെയല്ല. കേരളത്തിന്റെ പുറത്തുള്ള ലോകത്തെ ഭൂരിപക്ഷം നാടുകളും മനുഷ്യരെല്ലാം താമസിക്കുന്ന ഒരു പ്രദേശം. പിന്നെ കിലോമീറ്ററുകളോളം വിജനത, കൃഷിയിടങ്ങളോ മറ്റുമായിരിക്കും. പിന്നെ അടുത്ത ചിലപ്പോൾ വീണ്ടും ഒരു നാട്. ഇങ്ങനെയാണ് ലോകത്തിന്റെ പൊതുവായ രീതി. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കുട്ടിയും ഹാജർ ബീവിയുമായിട്ടുള്ള യാത്ര, ഓരോ നാടുകൾ ഇങ്ങനെ കടന്ന് പോകുമ്പോഴും അവിടെ വെച്ച് ചോദിക്കും, ഇതാണോ പ്രിയപ്പെട്ടവരെ നമ്മളോട് പടച്ചറബ് കൽപ്പിച്ച നാട്? ആ മക്ക എന്ന് പറഞ്ഞ നാട് ഇതാണോ? ജിബ്രീൽ പറയും, അല്ല. ഇംലി. വീണ്ടും നടന്നു 1.5 മാസത്തെ യാത്ര. 1.5 മാസത്തെ യാത്ര അവസാനിക്കുന്നു. അവസാനം കറുത്ത കരിമ്പാറകൾ, മനുഷ്യന്റെ അംശമില്ലാത്ത ഒരു ജീവജാലം, ഒരു ജീവിയുടെ ചലനമില്ലാത്ത, മനുഷ്യന്റെ ജീവൻ നിലനിർത്തുവാൻ അനിവാര്യമായ പച്ചപ്പോ നാമ്പുകളോ വെള്ളമോ അരുവിയോ ഒന്നുമില്ലാത്ത തീർത്തും വിജനതയും കരിമ്പാറകളാൽ ചുട്ടുപൊള്ളുന്ന മലഞ്ചെരുവ്. ആ മലഞ്ചെരുവിന്റെ സർഹ എന്ന ഒരു ചെറിയ തണലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിബ്രീൽ നിർദ്ദേശം കൊടുത്തു, ഇവിടെയാണ് മുന, ഇവിടെയാണ് നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഹാജർ ബീവി 4 ഭാഗവും നോക്കുക, റബ്ബേ എന്തൊരു നാടാണ്! എത്രയോ മനുഷ്യരുള്ള നാടുകൾ കഴിഞ്ഞുപോയി. മനുഷ്യരുള്ള ഏതെല്ലാം നാടുകളിലൂടെയാ വന്നത്. അവിടെ ഒന്നുമല്ല, ഇവിടെയാണോ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞത്. അവിടെ കൊണ്ടുവന്നാൽ ആ സർഹ എന്ന തണലിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകണം, അസ്സലാമു അലൈക്കും. പിന്നെ തിരിഞ്ഞു നിൽക്കുന്ന പരിപാടിയില്ല, ഒറ്റ നടത്തയാ. ഹാജർ ബീവി റളിയല്ലാഹു തആല വല്ലാതെ വേദനയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യാ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ കുഞ്ഞുകുട്ടിയെ ഇതുപോലെ വിജനതയിൽ കരിമ്പാറയുടെ ചരിവിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് മടങ്ങി പോകുമ്പോ ആ ഭാര്യ ചോദിക്കുക, എങ്ങോട്ടാ നിങ്ങൾ പോവുക? ഞങ്ങളെ വിട്ടിട്ട് എങ്ങോട്ട് പോകുന്നു? ഒരക്ഷര പുരിയാടാതെ, പുറകോട്ട് തിരിഞ്ഞു പോലും നോക്കാതെ കരയുന്ന കണ്ണീരോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് നടന്നു. ഇന്നത്തെ പരിശുദ്ധ കഅബ ശരീഫിന്റെ മുമ്പിൽ നിന്ന് നടന്നു. അവിടെ നിന്ന് നടന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ വീട്, ഇന്നത്തെ ദാറുൽ തൗഹീദ് ഹോട്ടൽ, ക്ലോക്ക് ടവറിന്റെയും ദാറുൽ തൗഹീദിന്റെയും മധ്യത്തിലായിട്ടുള്ള സ്ഥലം, അവിടെ മഹാനവറുകൾ എത്തി നിന്നുകൊണ്ട് കഅബ ശരീഫ് തന്റെ പുറകിലുണ്ട്. ഉള്ളിൽ ഗദ്ഗതത്തോടുകൂടി മഹാനവറുകൾ അവിടെ നിന്നുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്തു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. അല്ലാഹു, നീ പറഞ്ഞ നിന്റെ ഭൂമിയിലെ 1ാമത്തെ ഭവനം ഇവിടെ ഉണ്ട് എന്നാണ് നീ പറഞ്ഞത്. ഇവിടെയാണെന്ന് അറിയില്ല. നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തിൽ മണ്ണിനടിയിലേക്ക് പോയിരിക്കുക, അതെവിടെയാണെന്ന് അറിയില്ല. അതിന്റെ മുമ്പിലാണ് നീ എന്റെ ഭാര്യയെ കുട്ടിയെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത് എന്ന് നീ പറഞ്ഞു. അതിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു മനുഷ്യനില്ല, ഒരു ജീവജാലങ്ങളില്ല, ഒരു പച്ചപ്പില്ല, ഒന്നുമില്ല. അതിന്റെ മുമ്പിലേക്ക് നീ ആരുമില്ലാത്ത വിജനതയിൽ എന്റെ ഭാര്യയെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി ആക്കിയേക്കാണ്. നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവേ, ലോക ജനതയുടെ മനസ്സിനെ, ലോക മനുഷ്യരുടെ മനസ്സിനെ നീ ഇവരിലേക്ക് ശ്രദ്ധിപ്പിക്കണേ അല്ലാഹ്. ലോകത്തെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്ന ശ്രദ്ധാകേന്ദ്രമായി നാടിനെയും ഇവരെയും മാറ്റണേ റബ്ബേ. മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്തു. കണ്ണുനീർ വാർത്തുകൊണ്ട്, ഒരു തിരിഞ്ഞു നോട്ടം പോലും അനുവദിക്കപ്പെടാത്ത ആ യാത്രയിൽ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ജെറുസലേമിലേക്ക് മടക്കയാത്രയായി. ആ കണ്ണുനീർ വീണ ആ യാത്രയുടെ വഴിയോരത്തിനാണ് ഇബ്രാഹിം ഖലീൽ. ഇബ്രാഹിം നബി നടന്നുപോയ വഴി, ആ റോഡിന്റെ പേരതാ. ദാറുൽ തൗഹീദിനെ ഒക്ടോബറിന്റെ മധ്യത്തിലൂടെ താഴേക്ക് മിസ്ഫല എന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡ്, അതിന്റെ പേര് ഷാരി ഇബ്രാഹിം ഖലീൽ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണീർ വാർത്തുകൊണ്ട് നടന്നുപോയ വഴിയാണ് ആ ഇബ്രാഹിം നബിയുടെ പോക്ക്. പിന്നീട് 3 പ്രാവശ്യത്തെ വരവ്, 3ാമത്തെ വരവിലാണ് പരിശുദ്ധ കഅബ ശരീഫ് എവിടെയാണെന്ന് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് കഅബ ഇരുന്ന സ്ഥലം. ഇവിടെയാണ് ആദം നബി കല്ല് വെച്ചത്. ഇവിടെയാണ് ശീസ് നബി പുനർനിർമ്മിച്ചത്. ഇവിടെയാണ് നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തോടെ അത് മണ്ണിനടിയിലേക്ക് പോയത്. ഈ മണ്ണ് മാറ്റിയാൽ ഇതിനടിയിൽ ആദം സ്ഥാപിച്ച കഅബാലയത്തിന്റെ അസ്ഥിവാരമുണ്ട്. അതിന്റെ മുകളിൽ ഈ പറയപ്പെട്ട അളവിൽ 60 മുഴം നീളം, 40 മുഴം വീതി, 18 മുഴം ഉയരത്തിലായി എന്റെ ഭവനം താങ്കൾ കെട്ടിപ്പോക്കുക. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടിപ്പോക്കിയ ആ കഅബ ശരീഫിന്റെ അസ്ഥിവാരത്തിന്റെ മുകളിൽ എഞ്ചിനീയറായി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സൂപ്പർവൈസറായി ജിബ്രീൽ, കയ്യാളായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, 3 പേരും ചേർന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പരിശുദ്ധ കഅബ ശരീഫ് കെട്ടിപ്പോക്കുക. ആ കഅബ ശരീഫ് കെട്ടിയുയർത്തി പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബാലയത്തിന്റെ പരിപാലകരാകും. ആ കഅബാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് റബ്ബേ? അല്ലാഹു പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞ പോലെ ചെയ്യാം.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബി രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുവന്നു. ഹജർ അസ്വദിന്റെ മുമ്പിലേക്ക് നിർത്തി ഇടത് ഭാഗത്ത് ഹജർ അസ്വദ് വരുന്ന നിലയിൽ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തുകൊള്ളുക. ജിബ്രീൽ മുമ്പേ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞു മുമ്പേ നടക്കാൻ തുടങ്ങി. കഅബ ശരീഫിനെ തവാഫ് ചെയ്യാൻ തുടങ്ങി. പറഞ്ഞു കൊടുത്തു, ആദം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ സമയത്ത് മലക്കുകളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മലക്കുകൾക്ക് പറ്റിയ വിഷമം, ആ വിഷമം മാറ്റുവാൻ മലക്കുകൾ ചെയ്ത പണിയാണ്. കുറ്റബോധത്തോടെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അന്ന് തവാഫ് ചെയ്ത ആ തവാഫാണ് നിങ്ങളെ കൊണ്ട് ഞാനിതാ ചെയ്യിപ്പിക്കുക. തവാഫ് ചെയ്തു, 7 വട്ടം തവാഫ് ചെയ്തു. അത് കഴിഞ്ഞ് പറഞ്ഞു, വരൂ, വിളിച്ചു കൊണ്ടുപോയി സഅയ് ചെയ്യുന്ന സഫാ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇബ്രാഹിം, അറിയുമോ താങ്കൾക്ക് അന്നൊരു കാലത്ത് താങ്കൾ ഭാര്യയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആ ഭാര്യ ഈ ഇസ്മായിൽ എന്ന താങ്കളുടെ കൂടെയുള്ള ഈ പൊന്നുമകന് വേണ്ടി വെള്ളം തിരക്ക് ഓടിക്കയറിയ മലയാണിത്. ഈ മലയുടെ മുകളിൽ നിന്നും താങ്കളുടെ ഭാര്യ ഓടിയ അടുത്ത മലയിലേക്ക് ഓടണം. 7 വട്ടമോ ഇങ്ങോട്ട് ഓടി. ഓട്ടം കഴിഞ്ഞിട്ട് പറഞ്ഞു, അന്ന് മകൻ 7ാമത്തെ ഓട്ടം കഴിഞ്ഞ് ഹാജർ ബിബി ഓടി വരുമ്പോൾ അത്ഭുത ജലാശയമായ സംസമിന്റെ വെള്ളം കണ്ടല്ലോ, ആ വെള്ളം അതൊക്കെ ആവോളം കുടിക്കാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ വരിക, ഇനി വരിക. ആ വരവ് നേരെ വിളിച്ചുകൊണ്ടുവന്നു സഫാ കുന്നിന്റെ വലതുഭാഗത്തുള്ള അബീ ഖുബൈസ് എന്ന പർവ്വതം. ഇന്ന് മക്കയിലെ ഇമാമിയങ്ങൾ താമസിക്കുന്ന രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്ന അബീ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. അവിടെയാണ് ചന്ദ്രൻ പിളർന്ന ചരിത്രത്തിന്റെ സാക്ഷിയായ മണ്ണതാണ്. അതിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോക ജനങ്ങളെ നിങ്ങളിവിടേക്ക് വരണം, എല്ലാവരും ഇവിടേക്ക് വരണം. എല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാണ്. കഴിവുള്ള മുഴുവൻ ആളുകളും ഇവിടേക്ക് ഹജ്ജിന് വരണമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് ആ അബീ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലെ ആ പ്രഖ്യാപനം, ആ അനൗൺസ്മെന്റിലൂടെ ആയിരുന്നെങ്കിൽ ആ അനൗൺസ്മെന്റിന് അന്ന് ഉത്തരം നൽകുവാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ആത്മാക്കളാണ് ഇന്നത്തെ പ്രഭാതത്തിലും നമ്മളോട് മുസാഫഹ ചെയ്ത് സലാം പറഞ്ഞ് യാത്ര പുറപ്പെട്ട ഹാജിമാർ, ഹജ്ജുമാർ. അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംഘങ്ങളാണ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ്. ഹാജിമാരും മുഅ്തമരീങ്ങൾ നമ്മുടെ നിവേദന സംഘങ്ങളാണ്. അവർ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. അവർ പൊറുക്കൽ ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ആ പുണ്യമായ മണ്ണിന്റെ ചരിത്രം, മാനവകുലത്തിന്റെ ചരിത്രം അവിടെ നിന്നാണ് തുടങ്ങുക. ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വല്ലാത്ത രോമാഞ്ചം നമുക്ക് അനുഭവപ്പെടുക. പരിശുദ്ധമായ മണ്ണിൽ അടുത്ത വർഷമെങ്കിലും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എത്തുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ ഹജ്ജിന് വേണ്ടി ഇവിടെ സംഗമിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്ന അറഫയുടെ ദിവസം, ആ അറഫയുടെ ദിവസത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഈദുൽ അദ്ഹയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടും, ബലി പെരുന്നാളിന് വേണ്ടി ഒരുമിച്ച് കൂടും. പെരുന്നാളിനോടൊപ്പം ബലി എന്നൊരു വാക്കാണ് ചേർക്കപ്പെടുക. ബലി പെരുന്നാൾ, ബലി ഇറക്കപ്പെടുന്ന പെരുന്നാൾ. പാപഭാരങ്ങൾ എല്ലാം ആ മൃഗത്തിലൂടെ പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് തൗബയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ബലി മൃഗങ്ങൾ പടച്ചറപ്പിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. കഴിവുള്ള ഒരാളും അതിൽ മാറി നിൽക്കാൻ പാടില്ല. കഴിവുള്ള ഒരാൾ ഉദ്ഹിയ കൊടുക്കാതെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിലേക്ക് വരണ്ട എന്ന് പഠിപ്പിച്ചെങ്കിൽ എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ഹിയ നിയത്ത് ചെയ്യുന്ന ആളുകൾ, ഉദ്ഹിയയ്ക്ക് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് നിർബന്ധമാണ്. ഈ ഭൂരിപക്ഷം വരുന്ന ആരെല്ലാം ഉദ്ഹിയയ്ക്ക് വേണ്ടി നിയത്ത് ചെയ്യുന്നു അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ദുൽഹജ്ജിന്റെ 1ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ മുടി വടിക്കുവാനോ മുടിയോ അല്ലെങ്കിൽ നഖമോ ശരീരത്തിൽ നിന്ന് മാറ്റാതെ സൂക്ഷിക്കണം. അതിനു മുമ്പ് ഈ ദിവസങ്ങളിൽ തലമുടി വെട്ടാനോ ശരീരത്തിലെ രോഗങ്ങൾ നീക്കുവാനോ നഖം വെട്ടാനോ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിരിക്കണം. ദുൽഹജ്ജ് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ഉദ്ഹിയ കർമ്മം നിർവഹിക്കുന്നത് വരെ മുടി വെട്ടാനോ നഖം വെട്ടാനോ പാടില്ല. ഹാജിമാർ മക്കത്ത് എങ്ങനെയാണോ കഴിയുന്നത് പരമാവധി അവരെ പോലെ കഴിയുവാൻ, അവരുടെ ഇഹ്റാമിന്റെ വസ്ത്രമല്ല എന്നാലും അവരുടെ മൈൻഡിലായി അവർ കഴിയുന്നത് പോലെ, അടുത്ത ആഴ്ച ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ പറയാം, അവർ കഴിയുന്നത് പോലെ പരമാവധി അവരോടൊപ്പം ലയിച്ചു ചേർന്നുകൊണ്ടുള്ള ഇബാദത്തിൽ നമ്മൾ വ്യാപൃതരാകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഹജ്ജ് കർമ്മത്തിന് സംഗമിച്ച മുഴുവൻ ആളുകളെയും ഹജ്ജിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.